എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഓണമായിട്ട് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും ഓണക്കോടി ഞാനൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് അബിയുടെ, ഇതെൻ്റെ ടോപ്പ്, ചേട്ടൻ്റെ, ചേട്ടന് ഇത് ഷർട്ടല്ല കേട്ടെ, പിന്നെ ആദൂട്ടന് ഇതല്ല കേട്ടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു തിരിച്ചു വന്ന് ചായയുടെ പരിപാടികൾ. ചായക്കുന്ന ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. സാമ്പാർ, നമ്മുടെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊക്കെ നോക്കണത്. സാമ്പാറിനൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായി. താളിച്ചത് വന്നതിന് ശേഷമാണ്. അപ്പോൾ ചൂടോടെ ദോശയും സാമ്പാറും ചായയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നല്ല തട്ട് ദോശ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു കളം ഇട്ടിട്ടാ. എനിക്ക് ഇങ്ങനെ കളം ഇടാനൊന്നും അറിയില്ല, എന്നാലും ചെറിയൊരു പൂക്കളം ഇട്ടു. നമ്മുടെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 1 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, അവിയൽ, അച്ചിങ്ങ കായ മെഴുക്കുവരട്ടി, പിന്നെ പൈനാപ്പിൾ കൊണ്ടൊരു കാളം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സാമ്പാർ, മോര് കാച്ചിയത്, പിന്നെ നമ്മുടെ പപ്പടം, വടുകപ്പുളി നാരങ്ങാച്ചാറ്, പുളിയിഞ്ചി കേട്ടോ. അപ്പം അധികം കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഇത്രയും കറികളൊക്കെ തന്നെ ധാരാളം ഉണ്ട് നമുക്ക്. പിന്നെ പായസമായിട്ട് ഞാൻ വെച്ചത് പാലടയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ഓണസദ്യ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഒന്നുകൂടെ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ.